ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സജിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നത് ഒരു വൺ ഡേ ട്രിപ്പാണ്. നമ്മുടെ മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേലൂർ പള്ളിയുടെ ഓപ്പോസിറ്റാണ്. ഇവിടെ നിന്ന് നമുക്കൊരു പാർട്ടീനെ കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുന്നംകുളത്തു നിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, വേലൂരിൽ നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ യാത്രയിലെ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, കമൻറ്റ് ചെയ്യുക. പരമാവധി എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തിക്കുക. അങ്ങനെ നമ്മൾ പുതുക്കാട് എത്തിയിരിക്കുകയാണ്. പുതുക്കാട് സിഗ്നലിൻ്റെ അപ്പുറത്ത് നമ്മൾ വണ്ടി സൈഡാക്കി ഒരു ചായ കുടിക്കാനൊക്കെ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിക്കാർ ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി. അപ്പോൾ പുതുക്കാട് സിഗ്നലിൽ രാത്രി പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയാണ്. ഇവിടെ എല്ലാവിധ ഭക്ഷണങ്ങളും ഉണ്ട്. പൊറോട്ട, ചപ്പാത്തി, പുട്ട്, പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പം, കാട, കോഴി, അങ്ങനെയുള്ള പലതരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. കൊള്ളി ബോട്ടി, കൊള്ളി ബീഫൊക്കെ. അപ്പോൾ രാത്രി നിങ്ങൾക്ക് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ല, നല്ല ടേസ്റ്റാണ്. ആ കാട വറുത്തുകൊണ്ടിരിക്കുകയാണ്. വറുത്ത് മസാലയൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ. പുറത്ത് ചേട്ടൻ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് ഓരോ ചായയും ഓംപ്ലേറ്റും കഴിച്ച് നമ്മളവിടുന്ന് സ്ഥലം വിട്ടു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏകദേശം ചാലക്കുടി എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മുടെ യാത്രയിലെല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. പാട്ട് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ നമുക്കത് യൂട്യൂബിൽ പാട്ട് അലൗഡ് അല്ലാത്തത് കൊണ്ട് നമ്മളത് കേൾപ്പിക്കുന്നില്ല. അവർ നല്ല പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചിട്ട് തന്നെയായിരുന്നു വണ്ടിയിൽ പോയിരുന്നത്. ജോസേട്ടനൊക്കെ ഭയങ്കര എനർജി മൂഡായിരുന്നു. ആൾ നമ്മുടെ ആശാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ജോസേട്ടൻ്റെ മകനായ സാൻജോ ആണ്. നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് നമ്മൾ കല്ലാറെത്തി. മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ കല്ലാറാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ലാലൂസ് എന്ന് പറയുന്നതിനുള്ള ലോഡ്ജിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോർമെട്രിയും പിന്നെ ഒരു റൂമുമാണ് എടുത്തത്. സ്ത്രീകൾക്ക് റൂമും ബാക്കിയുള്ളവർക്ക് ഡോർമെട്രി എന്നുള്ളതിലാണ് എടുത്തത്. അപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ ആളുടെ നമ്പറൊക്കെ കൊടുക്കാം. ആൾക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള അടിപൊളി റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ എത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കല്ലാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാങ്കുളത്തൊക്കെ ഉണ്ട്. ഞാൻ ആളുടെ നമ്പർ കൊടുക്കാം, നിങ്ങളാളെ സമീപിക്കുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് പോന്നു. നമ്മളിപ്പോൾ 3-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മൂന്നാർ എത്തുന്നതിന് മുന്നുള്ള മിസ്റ്റി മൗണ്ട് ഹോട്ടലിൻ്റെ എതിർവശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ഇടുക്കി ആനച്ചാലൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഇതിൻ്റെ സൈഡിൽ. അവിടെ നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു 3 ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക, കളറൊക്കെ അടിച്ചിട്ടുള്ള ഒരു അടിപൊളി ജീപ്പുകളാണ് നിൽക്കുന്നത്. ഒരു കൗതുകം കണ്ടപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ ഒരു കടയാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. അത് ഒരു ട്രെയിനിൻ്റെ മിനിയേച്ചർ രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ കയറി നമുക്ക് വ്യൂ കാണാനൊക്കെ ആയിട്ട് പറ്റും. നമ്മുടെ KSRTC വോൾവോൻ്റെ ഫ്രണ്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു കഫ്റ്റീരിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നുള്ള വ്യൂ. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായി. അങ്ങനെ അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് തരണം. അപ്പോൾ അങ്ങനെ ഞാനായി പിന്നെ അവരുടെ ഒഫീഷ്യൽ ക്യാമറാമാനായി മാറി. അപ്പോൾ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എടുത്തു കൊടുത്തിരുന്നതൊക്കെ. അപ്പോൾ ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാക്കിയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. കാരണം അവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല.
അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഭംഗിയായിട്ട് തന്നെ യാത്ര നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാറിലെ മിസ്റ്റി മൗണ്ട് ഹോട്ടൽ. ഇത്തിരി റിച്ച് ലെവലിൽ നമുക്ക് റൂമുകളൊക്കെ എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമീപിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ സാഞ്ചോ ഉണ്ട്. സാഞ്ചോൻ്റെ ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ അവരെ കണ്ടത്. കാരണം എനിക്ക് ഇവരുടെ വാടകയെന്ന് അറിയണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വണ്ടി. വാഴപ്പള്ളിയുടെ സ്നേഹ 19 സീറ്റ് ട്രാവലർ. അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. നമ്മൾ പോകുന്നത് സൈറ്റ് സീയിങ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മൂന്നാറിൽ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് റിപ്പിൾ ടീ എസ്റ്റേറ്റ് ആണ്. അവിടുത്തെ തേയിലത്തോട്ടമാണ് കാണുന്നത്. നമ്മൾ മുകളിലോട്ട് കയറി ചെന്ന് ആദ്യം കാണുന്നത് ഈ വിഷ്വലാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുതിര സവാരി നടത്താം. അതുപോലെ ഒരു വ്യൂ പോയിൻ്റ് ഏരിയ ആണ്. ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ട്. അവർ നിങ്ങളെ സമീപിക്കും. 200 രൂപ 100 രൂപയൊക്കെയാണ് പല ചാർജ് ഉണ്ട് അവിടെ. അപ്പോൾ കുതിരപ്പുറത്ത് പോകാനായിട്ട് 100 രൂപയാണ്. അപ്പോൾ നമ്മളാരും പോയൊന്നുമില്ല, കാരണം അത്രയും പൈസ കൊടുത്തിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പോകുന്ന വഴിക്ക് കടകളുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ഓംപ്ലേറ്റ്, വെള്ളം, പിന്നെ അതുപോലെ തന്നെ ചോളം, ചായപ്പൊടി, ചോക്ലേറ്റ്, അങ്ങനെയുള്ള പല ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. പരമാവധി നിങ്ങൾ വില പേശി സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. കാരണം പറയുന്ന പൈസ കൊടുത്ത് മേടിക്കരുത്. മലയാളികളുടെ അഭിമാനം നമ്മൾ കാക്കണം. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കുതിര സഫാരി. അതിനുശേഷം നമ്മൾ നേരെ പോയത് മാട്ടുപ്പെട്ടി ഡാമിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുമ്പോൾ നമുക്ക് പിന്നെയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോ പോയിൻ്റ് ഉണ്ട്, ഒരു കുണ്ടള ഡാമുണ്ട്, അതിനുശേഷം ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്. അതിനുശേഷമാണ് വട്ടവട വരുന്നത്. പക്ഷെ നമ്മൾ വാടക എടുക്കുമ്പോൾ നമ്മൾ വട്ടവട നമ്മൾ സ്പെഷ്യൽ വാടകയായിട്ടാണ് നമ്മൾ എടുക്കുക. കാരണം സാധാരണ ആരും അങ്ങനെ വട്ടവടയ്ക്ക് കൊണ്ടുപോകാറില്ല. അതങ്ങനെ ചോദിക്കുന്നവർക്ക് മാത്രം നമ്മൾ വാടകയിൽ മാറ്റം വരും. എന്നിട്ട് നമ്മൾ വട്ടവടയ്ക്ക് കൊണ്ടുപോകാറാണ് പതിവ്. വട്ടവട ചെന്നാലും നമ്മളവിടെ ജീപ്പ് ട്രക്കിങ് നമ്മൾ എടുക്കണം, അല്ലാതെ നമ്മുടെ വാഹനം അങ്ങോട്ട് പോവില്ല. നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡാമിലെ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് മൂന്നാർ മാട്ടുപ്പെട്ടി ഡാം ഓപ്പൺ ആക്കിയിട്ടുള്ള എൻ്റെ കാഴ്ച ഇതുവരെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വേനൽക്കാലത്തൊക്കെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടയും റെയിൻകോട്ടും എല്ലാം കൈ പിടിച്ചിട്ടാണ് നമ്മുടെ എല്ലാവരും വണ്ടിയിൽ കയറിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല ക്ലൈമറ്റാണ്. മഴയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അനുകൂലമായൊരു കാലാവസ്ഥ നമുക്ക് കിട്ടി. എല്ലാ സ്ഥലവും കാണാനായിട്ട് പറ്റി. ഒരു സ്ഥലത്തും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. മഴയുടെ ഒരു ശല്യമേ ഉണ്ടായില്ല. ഭംഗിയായിട്ട് തന്നെ നമുക്ക് യാത്ര അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എക്കോ പോയിന്റ്. പക്ഷെ നമുക്ക് എക്കോ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കുള്ള സ്ഥലം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി ആൾക്കാരെ ഇറക്കി നമ്മൾ വണ്ടി കുറച്ചും കൂടി നീക്കിയിട്ടു. പക്ഷെ ഇപ്പോൾ ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. അവിടത്തെക്കാട്ടിൽ കുറച്ചും കൂടി വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ട്
അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓളിയിട്ടിട്ട് ഓരോരുത്തരുടെ പേരുകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എക്കോ തിരിച്ചു വരുന്നത് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ഓളിയിടുന്നുണ്ട്. നമ്മുടെ എക്കോ പോയിന്റിലെ വിഷ്വൽസാണ് നമ്മൾ ഈ കാണുന്നത്. ചുറ്റും മലനിരകളാൽ നിറഞ്ഞ് നല്ല പച്ച നിറത്തിലുള്ള വെള്ളമാണ്. അപ്പോൾ ഇറങ്ങാനും പിടിക്കാനൊന്നും പാടില്ല. പിന്നെ ഇപ്പോൾ ബോട്ടിങ് നിലവിൽ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ബോട്ട് യാത്ര ഇല്ല. കാരണം അവിടെ റെഡ് അലേർട്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ബോട്ട് യാത്രകളൊന്നും ഇല്ല. അപ്പോൾ ആരും അങ്ങനെ ബോട്ട് യാത്രയ്ക്കായിട്ട് പോകണ്ട. ബോട്ട് യാത്ര അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ മഴക്കാലം കഴിയുന്നവരെ ബോട്ട് യാത്ര ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എക്കോ പോയിൻ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഹോട്ടലുകളൊന്നുമില്ല. ഇനി ഹോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തിയ 2 ഹോട്ടലുണ്ട്. പക്ഷെ അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള ഫുഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി. അപ്പോൾ വഴിയരികിൽ ഒരു ചേട്ടനും ചേച്ചിയും ബിരിയാണി വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി. നമ്മുടെ മലയാളി സ്റ്റൈലിലുള്ള ബിരിയാണി, ചെറിയ മണി അരിയാണ്. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ബിരിയാണി പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. 2 പീസ് ചിക്കനും റൈസും, ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അതിനകത്തുണ്ട്. 150 രൂപയാണ് ബിരിയാണിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അവർ സഹോദരനും സഹോദരിയാണ്. അപ്പോൾ ചേച്ചി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നാണ് പറഞ്ഞത്. ആൾക്ക് ജോലി ഇല്ലാത്തപ്പോൾ ചേട്ടനെ സഹായിക്കാനായിട്ട് വരും. നമസ്കാരം, എൻ്റെ പേര് ഉമേഷ്. ഇതെൻ്റെ പെങ്ങളെ ഉഷയാണ്. ഞങ്ങൾ അടിമാലിയിൽ നിന്ന് വരുന്നു. ബിരിയാണി കച്ചവടമാണ്. 3 വർഷമായിട്ട് ഇവിടെ ബിരിയാണി കച്ചവടം നടത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് എക്കോ പോയിൻ്റ് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ അടയ്ക്കാണ് ഞങ്ങളുടെ ബിരിയാണി കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഫ്രഷായിട്ട് ഞങ്ങളിവിടെ ഭക്ഷണം കൊടുക്കുന്നത്. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡ്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജോസേട്ടൻ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു, അടിപൊളി ഭക്ഷണമായിരുന്നു, തുറന്ന് തന്നെ പറയണം. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉച്ച നേരത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഫുഡ് തീർച്ചയായിട്ടും മേടിച്ച് ഭക്ഷണം കഴിക്കാവുന്നതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ച വേസ്റ്റുകൾ അവിടെ ഇവിടെ നിന്ന് ഇടരുത്. കാരണം ഇവരുടെ തൊഴിലിനെ അത് ബാധിക്കും. പിന്നെ പോരാത്തിന് കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല. പക്ഷേ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മുടെ അടുത്തുനിന്ന് മാറില്ല, നമ്മുടെ മേത്ത് ആക്രമിക്കും. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയി. ടോപ്പ് സ്റ്റേഷൻ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തേയിലത്തോട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ അവരുടെ തോട്ടം തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനുവാദം ഇല്ലാതെ തോട്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. കാരണം അവർ ചിലപ്പോൾ മരുന്നടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ അവിടെയുള്ള അധികാരികളുടെ വാക്ക് ധിക്കരിച്ച് നമ്മൾ ഒരു കാരണവശാലും ഇറങ്ങരുത്, അപകടം സംഭവിക്കും. കുന്നിൻ ചെരിവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ അട്ടയെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാലിന് മുകളിൽ അട്ട കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിൽ യൂട്യൂബിൽ പാട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റാത്ത കാരണം കൊണ്ടാണ്, ഇതിനകത്ത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് പാട്ട് വയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസിൽ ഈ മ്യൂസിക് പാട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിരിക്കും എന്നൊരു എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പിന്നെ റോട്ടിലൊക്കെ നിർത്തി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയി. എന്തായാലും നല്ലൊരു അനുകൂലമായൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു.
അങ്ങനെ നമ്മൾ നമ്മുടെ റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഒരു പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് എല്ലാവരും പോകാറുള്ളത്. അപ്പോൾ അതൊരു പതിവ് കാഴ്ചയാണ്. അപ്പോൾ ഞാനും അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്കും താല്പര്യമാണ്, അവർക്ക് പാട്ട് വയ്ക്കണം ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് സൗകര്യം ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പാട്ടും ഡാൻസൊക്കെ കണ്ട് കുറച്ച് സുഹൃത്തുക്കൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ വന്നു. നമ്മുടെ കൂടെ ഡാൻസ് കളിക്കട്ടെ ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരും നമ്മുടെ കൂടെ പങ്കുചേർന്നു. അപ്പോൾ അതിലെ വിഷ്വൽസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ വന്നിട്ടുള്ള ഇന്നത്തെ കൂട്ടായ്മയിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മുടെ യാത്രയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഇവർ പറയുന്നതായിരിക്കും. രാത്രി ജസ്ലിന്റെ കൂടെ നമ്മുടെ ഈ വണ്ടിയിൽ സജ്ലിന്റെ കൂടെ ഈ വണ്ടിയിൽ യാത്ര പുറപ്പെട്ടതാണ് രാത്രി 10 മണിക്ക്. ഇതുവരെ ഞങ്ങൾക്ക് വളരെ മനോഹരമായി എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരികയും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വണ്ടിയും അതിനോടൊപ്പം സജ്ലിനും വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ കൂടെ നിന്നു. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ സജ്ലിന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ സജ്ലിൻ അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് എത്തിക്കുക. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ചാനലൊന്നും കൂടി മെച്ചപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പരമാവധി ചാനൽ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പരമാവധി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലിപ്പോൾ കാറുകൾ മുതൽ വലിയ പ്രീമിയം വണ്ടികൾ വരെ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് തീർത്ഥയാത്രകളുണ്ട്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേളാങ്കണ്ണി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ആയിട്ട് എന്നെ സമീപിക്കാം. അപ്പോൾ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.